ഹലോ ഷാലോ, ദ ബുക്ക് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ പുത്തൻ പേജുകളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. തന്നെ കേട്ടവരെയൊക്കെ സ്വപ്നം കാണാൻ പ്രേരിപ്പിച്ച ഇന്ത്യയുടെ മിസൈൽ മാൻ ഡോക്ടർ APJ അബ്ദുൽ കലാം ലോകത്തിന് നൽകിയത് വിജ്ഞാനമാണ്. അദ്ദേഹത്തെ ലോകത്തിന് നൽകിയത് അദ്ദേഹത്തിന്റെ അച്ഛനാണ് ശ്രീ ജൈനുലുബ്ദീൻ. സാധാരണക്കാരനായ ഒരു ബോട്ടുടമയാണ്. കാറ്റ് ശക്തമായി വീശി കടൽ ക്ഷോഭിച്ചിരിക്കുന്ന സമയം, മറ്റു ബോട്ടുടമകളൊക്കെ കടലിൽ ഇറങ്ങാൻ ഭയപ്പെട്ടിരുന്ന സമയം, കുട്ടിയായിരുന്ന കലാം അച്ഛൻ ജൈനുലുബ്ദീനോട് ഇപ്രകാരം ചോദിച്ചു: അച്ഛാ, ഇത്ര കാറ്റുള്ളപ്പോൾ കടലിൽ പോകാൻ നമ്മൾ പേടിക്കണ്ടേ? അച്ഛൻ ഇപ്രകാരമാണ് അവനോട് പ്രത്യുത്തരിച്ചത്: മകനെ, നമ്മൾ കടലിനെ വിശ്വസിച്ചാൽ കടൽ നമ്മെ വഞ്ചിക്കില്ല. നമ്മൾ നമ്മുടെ കടമ സത്യസന്ധമായി ചെയ്താൽ ഭയപ്പെടാനൊന്നുമില്ല. ഈ ചെറിയ വരികളിലൂടെ വത്സലനായ പിതാവ് മകൻ കലാമിന് കൊടുത്ത ജീവിത ദർശനം വലുതായിരുന്നു. ഭയത്തെ നേരിടാനുള്ള ധൈര്യവും വിശ്വാസത്തിന്റെ മൂല്യവും ശാന്തതയുടെ ശക്തിയും തിരിച്ചറിഞ്ഞ കലാം പിന്നീട് എഴുതി: എന്റെ അച്ഛൻ എന്നെ കടലിൽ പോകാൻ പഠിപ്പിച്ചില്ല, ജീവിതത്തിലേക്ക് ഇറങ്ങാനുള്ള ധൈര്യം തന്നു. ശാന്തനായ പിതാവിന്റെ സൗമ്യനായ മകൻ ജനമനസ്സുകളിൽ ആവേശത്തിന്റെ തിരമാലകൾ ഉയർത്തിയത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഒത്തിരി വാക്കുകൾ കൊണ്ടൊന്നും വർണ്ണിക്കാൻ പറ്റുന്നില്ല അപ്പനെക്കുറിച്ച്. അധ്വാനം കൊണ്ട് മങ്ങിയ കണ്ണുകളിൽ ആനന്ദത്തിന്റെ കണ്ണീര് കനിയുന്നത് എത്ര പേര് കണ്ടിട്ടുണ്ട്? രാത്രിയുടെ യാമങ്ങളിൽ ഉറങ്ങാതിരുന്ന് കണ്ട സ്വപ്നങ്ങൾ മക്കളിലൂടെ പൂവണിയുമെന്ന പ്രതീക്ഷയല്ലേ പലപ്പോഴും ആ മനുഷ്യനെ മുൻപോട്ട് നയിച്ചിട്ടുള്ളത്. ഓരോരുത്തർക്കും അപ്പൻ വ്യത്യസ്തമായ അനുഭവമായിരിക്കും. ചിലർക്കൊക്കെ ഏറെ മിണ്ടുന്ന, സ്നേഹിക്കുന്ന, കളിക്കുന്ന, ചിരിക്കുന്ന അപ്പൻ. മറ്റു ചിലർക്ക് ഓർമ്മകളിൽ എത്ര ചികഞ്ഞാലും ചേർന്നൊന്നിരുന്നതിന്റെ ഓർമ്മകൾ പോലും ബാക്കി വെക്കാത്ത പിതൃരൂപം. എന്തു തന്നെയായാലും ഇന്ന് കുറച്ച് നിമിഷം സ്വസ്ഥമായിരിക്കുമ്പോൾ അപ്പനെക്കുറിച്ചൊന്ന് ഓർക്കണേ. കിട്ടിയ നന്മകൾ എണ്ണി എഴുതി ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്റർ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന് വേണ്ടി മാറ്റിവെക്കണേ. റിമെമ്പർ, ലൈഫ് ചേഞ്ചസ് വെൻ ഗ്രാറ്റിറ്റ്യൂഡ് ബിഗിൻസ്.